അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി ഇറാനെ ആക്രമിക്കുന്നുണ്ടെങ്കിലും ഇറാൻ യുദ്ധരീതികൾ മാറ്റി പ്രതിരോധിക്കാനുള്ള നീക്കങ്ങൾ തുടരുകയാണ്. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ വീണ്ടും ഭീഷണി ഉയർത്തിയ വിവരമാണ് പുറത്തുവരുന്നത്. ഹോർമുസ് കടലിടുക്കിൽ ഇറാന്റെ മൈനുകൾ കണ്ടെത്തിയെന്ന റിപ്പോർട്ടുകൾ നേരത്തെ വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ട്രംപിന്റെ പ്രതികരണം. എത്രയും വേഗം മൈനുകൾ നീക്കിയില്ലെങ്കിൽ സമാനതകളില്ലാത്ത സൈനിക നീക്കം നേരിടേണ്ടി വരുമെന്നാണ് ട്രംപ് പറയുന്നത്. സമൂഹമാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് പ്രതികരിച്ചത്. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ മൈനുകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്ന റിപ്പോർട്ട് തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. മൈനുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അവ അടിയന്തരമായി നീക്കം ചെയ്യണം, ഇല്ലെങ്കിൽ കടുത്ത സൈനിക പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരികയാണ് ചെയ്യുകയെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കരീബിയൻ കടൽ മേഖലയിൽ മയക്കുമരുന്ന് കടത്തുകാരുടെ ബോട്ടുകൾ തകർക്കാനായി വിന്യസിച്ചിരിക്കുന്ന അതേ സംവിധാനങ്ങൾ തന്നെ മൈനുകൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന കപ്പലുകൾക്കും ബോട്ടുകൾക്കും നേരെ പ്രയോഗിക്കും. അത് വളരെ ക്രൂരമായിരിക്കുമെന്നും ട്രംപ് ഭീഷണി മുഴക്കുന്നുണ്ട്. ഇറാൻ ഹോർമുസ് കടലിടുക്കിൽ മൈനുകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് ട്രംപ് ഭീഷണി മുഴക്കിയത്. ഇന്റലിജൻസ് റിപ്പോർട്ടിംഗുമായി ബന്ധപ്പെട്ട രണ്ടുപേരെ ഉദ്ധരിച്ചാണ് ഈ റിപ്പോർട്ട്. അതേസമയം ഹോർമുസ് ഇറാന്റെ പടക്കപ്പലുകൾ തകർത്തതായി US അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. ഇതിന്റെ ദൃശ്യങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട്. ഹോർമുസിൽ ആക്രമണം നടത്താനായി ഇറാൻ എത്തിച്ച 16 പടക്കപ്പലുകൾ തകർത്തെന്ന് ട്രംപ് പറയുന്നു. കടലിനടിയിൽ മൈനുകൾ സ്ഥാപിക്കാനായി എത്തിയ കപ്പലുകളാണ് ആക്രമിച്ചതെന്നാണ് US സേനയുടെ വിശദീകരണം. നെതന്യാഹുവിനെ സംബന്ധിച്ച ചില വാർത്തകളും പുറത്തുവരുന്നുണ്ട്. അതിനിടെ നെതന്യാഹുവിന്റെ വീടിനു ചുറ്റും സുരക്ഷ കർശനമാക്കിയെന്നും ഇറാൻ മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട്. അതേസമയം ഇറാൻ നടത്തുന്നത് വെറും വിവര സാങ്കേതിക യുദ്ധം മാത്രമാണെന്നാണ് ദ ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മക്രോണുമായി നെതന്യാഹു ഫോണിൽ സംസാരിച്ചതായും ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. US ഇറാൻ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കെയാണ് ഇറാനെതിരെ വീണ്ടും തിരിച്ചടിക്കുമെന്ന് ട്രംപിന്റെ ഭീഷണി ചർച്ചയാകുന്നത്.